അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അതായത് ഒരു സ്ട്രേഞ്ചേഴ്സിന്റെ ക്യാമ്പ് ഉണ്ടല്ലോ ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്ന സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന്റെ അതിന്റെ കഥാപശ്ചാത്തലമാണ്. അപ്പൊ അത് നടത്തുന്ന ഒരു ആളായിട്ടാണ് നമ്മള്. അപ്പൊ അതിന്റെ കോസ്റ്റ്യൂം ആദ്യം ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ചാർലി ആയിട്ടൊക്കെ ചെറിയൊരു അടി. അപ്പൊ ഞാൻ പറഞ്ഞേ ദുൽഖർ ഇട്ടപ്പോ ചാർലി, ഞാൻ ഇട്ടപ്പോ ബാർലി. ഇതൊരു ക്ലാരിഫിക്കേഷൻ ആണ്. ഞാൻ എബി ചെയ്യുന്ന സമയത്ത് എബിയുടെ കൺട്രോളറെ വിളിച്ചിട്ട് നാദർഷിക്ക ഇന്ന ഡേറ്റിന് മെറീനനെ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഐ സ്റ്റിൽ റിഗ്രറ്റ് ബിക്കോസ് ഞാനിത് അറിഞ്ഞിട്ടില്ല. എന്നിട്ട് നാദർഷിക്കനെ കണ്ടപ്പോഴാണ് ഇക്ക പറഞ്ഞത്, ഞാൻ പറഞ്ഞു ഉത്രേ പുതിയതായിട്ട് വന്ന നായകന്മാരെ കൂടെ ഒന്നും ഞാൻ അഭിനയിക്കില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനത് അറിഞ്ഞിട്ടില്ല. നമ്മളെല്ലാം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് മസ്താനി, എല്ലാവരും എല്ലാം നല്ലതിന് മാത്രമേ ചെയ്യുന്നത്. ആരും ഇത് മോശമാക്കാൻ വേണ്ടി ചെയ്യുന്നില്ല. ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ ഒരു ശ്രമങ്ങളാണ്. നമ്മളുടെ കഠിന പ്രയത്നങ്ങളും ഇതെല്ലാം ഒരു ശ്രമങ്ങളാണ്. ആ ശ്രമങ്ങളെ ആ രീതിയിൽ കണ്ട് വിടണം. ഒരിക്കലും അതിനെ ഒരുപാട് വിമർശിക്കാനോ ഒരുപാട് കുറ്റപ്പെടുത്താനോ ഒക്കെ നമുക്ക് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നമ്മളൊരു ഓഡിയൻസിന് കൊടുക്കുകയാണല്ലോ. എന്നാൽ പോലും ഞാൻ പറയുകയാണ്, ഇതെല്ലാം ശ്രമങ്ങളാണ്. ആരും മനഃപൂർവ്വം ഒന്നും നശിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റുകളാണ്. കൂടൽ എന്ന ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് വിപിൻ ചേട്ടൻ, റിയ, മരീന, നിയ ആൻഡ് അനു സനാര. നല്ല റിയ, നിയ. സോ വെൽക്കം. ഓക്കെ, നമ്മള് ഇപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രെയിലറൊക്കെ കണ്ടായിരുന്നു. അപ്പം ഭയങ്കര കളർഫുൾ ലുക്ക് ചേട്ടന്റെ ക്യാരക്ടറിന്റെ കിടിലൻ, വേറൊരു ഫുൾ വൈബ് ലുക്കൊക്കെ ആണല്ലോ. അതെ, ഞാൻ എപ്പോഴും കളിയാക്കി പറയുമായിരുന്നേ. അതായത് ഒരു സ്ട്രേഞ്ചേഴ്സിന്റെ ക്യാമ്പ് ഉണ്ടല്ലോ ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്ന സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന്റെ അതിന്റെ കഥാപശ്ചാത്തലമാണ്. അപ്പൊ അത് നടത്തുന്ന ഒരു ആളായിട്ടാണ് നമ്മള്. അപ്പൊ അതിന്റെ കോസ്റ്റ്യൂം ആദ്യം ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ചാർലി ആയിട്ടൊക്കെ ചെറിയൊരു അടി. അപ്പൊ ഞാൻ പറഞ്ഞേ ദുൽഖർ ഇട്ടപ്പോ ചാർലി, ഞാൻ ഇട്ടപ്പോ ബാർലി. ഞാൻ അതും പറഞ്ഞിട്ട് എന്നെ തന്നെ ട്രോളിക്കൊണ്ടിരുന്നത്. പക്ഷെ സിനിമയുടെ എനിക്കധികം ഗെറ്റപ്പുകളൊന്നും ഇല്ല. പക്ഷെ ഉള്ളത് നല്ല, താൻ പറഞ്ഞ പോലെ വളരെ നല്ല ഒരു വൈബുള്ള ക്യാരക്ടറാണ്. ആ ക്യാമ്പ് നടത്തുന്ന ആളാണ്. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു മ്യൂസിക്കൽ യാത്രയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. ആ പാട്ടും കേട്ട് ഇങ്ങനെ ഇരുന്നിരുന്ന് നമ്മളൊരു ക്യാമ്പിൽ പോയ ഫീലില്ലേ, അതാണ് ആ സിനിമ. അതാണ് കൂടുതൽ ഒത്തുകൂടൽ എന്ന് പറയില്ലേ, അതാണ് കൂടുതൽ. ശരിയാട്ടോ. ഓക്കെ, സോ വെൽക്കം ബാക്ക്. നമ്മള് കഴിഞ്ഞ ആഴ്ച വന്നു പോയതേ ഉള്ളൂ. അപ്പൊ വീണ്ടും ഇതിലെന്താ ക്യാരക്ടർ? ഇത് തട്ടൊക്കെ ഇട്ടിട്ട് അല്ലേ? അതിലൊരു സെൻട്രൽ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ക്യാമ്പിംഗ് ബേസ് ചെയ്തൊരു സബ്ജക്റ്റ് ആണ്. എന്താ പറയാ, സോങ് കുറച്ചധികം ഉണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന കുറച്ച് സോങ്ങുകളുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു പാട്ടുകള്, നല്ല പരിപാടിയാണ്. അതെ. ഓക്കെ, മരീന. യെസ്, ഹായ്. ഞാൻ നോക്കുമ്പോ ഉച്ചക്ക് ബിരിയാണി വാങ്ങിച്ചു തന്നതിന്റെ. ഓക്കെ, എന്താണ് കൂടുതലെ വിശേഷം? കൂടുതലിന്റെ വിശേഷം ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഗെറ്റ് ടുഗെദർ ആണിത്. ബിക്കോസ് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിന്റെ പ്രൊമോഷനായിട്ട് ഓരോരോ ടൈമിലും ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗെദർ കൂടുതൽ തന്നെയാണ്. സോ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് ടൈറ്റിലിന്റെ കാര്യം ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുമ്പോൾ അവർ ചോദിച്ചിരുന്നു എന്താണ് ഈ കൂടൽന്ന്. ഡെഫിനറ്റ്ലി ഒത്തുകൂടൽ എന്നുള്ളതാണ്. അപ്പൊ അതൊരു എന്താ പറയാ, കുറച്ച് യാത്ര പ്ലാൻ ചെയ്ത ഒരു ക്യാമ്പ് ബേസ് ചെയ്തിട്ട് ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിൽ ഒത്തിരി ആർട്ടിസ്റ്റുകൾ അല്ലേ, ഒത്തിരി ആളുകളുണ്ട്. പിന്നെ ഇതിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ ഉണ്ട്. അപ്പം അട്ടപ്പാടി ബേസ് ചെയ്തിട്ടാണ് ഷൂട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് 2 ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പം അവരെ ഒത്തുകൂടലോടുകൂടെ ഞങ്ങൾ
കമ്പൈൻ ചെയ്ത് ഷൂട്ട് ചെയ്ത് അവരുടെയും കൂടെ ഒരു എന്താ പറയാ കോപ്പറേഷൻ, എന്താ പറയാ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു റിസൾട്ടാണ് ഈ സിനിമ. പിന്നെ വിഷ്വൽസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഞങ്ങള് കണ്ടു. കണ്ടപ്പോ പടം നന്നായിട്ട് വെറുതെ ഒരു തള്ളവല്ല. പടം കണ്ടു കഴിഞ്ഞാല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു, പിന്നെ ഇതിലൊരു കുഞ്ഞ് ത്രില്ലറും കൂടി ഉണ്ട്. അതാണ് ഈ പടത്തിനെ ചിലപ്പോ യൂത്തുകൾക്കൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സാധനം. ട്രെയിലർ കണ്ടില്ലേ? എനിക്കിഷ്ടായി. തോന്നിയത് സിനിമ പറഞ്ഞ പോലെ ചെറിയൊരു ത്രില്ലർ പരിപാടി ഉണ്ട്. ചുമ്മാ ഒരു സ്ഥലത്ത് പോയിട്ട് എല്ലാരും കൂടെ പക്ഷെ ഞങ്ങളോട് മറ്റേ തിരിച്ചും മറിച്ചും തിരിച്ചും ചോദിക്കും. കണ്ടപ്പോ മനസ്സിലായി എന്തോ എവിടേക്കോ ഒരു എന്താ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് സംഭവം. അത് ട്രെയിലർ കാണാൻ വരുന്നവർക്ക് ഒരു ട്രീറ്റ് തന്നെ മനസ്സിലാവും. ഇത് ഞാൻ വരുമായിരുന്നു. അനുസിതാരയുടെ സിസ്റ്റർ. അതെ, ഞാൻ കൊറേ വിഷ്ണു ചേട്ടന്റെ ഒക്കെ സ്റ്റോറിയിലൊക്കെ കൊറേ കാണാറുണ്ട്, പാട്ട് പാടുന്നതും വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പം ഇതല്ലേ ഫസ്റ്റ് മൂവി അല്ലേ? ഫസ്റ്റ് അല്ല, സെക്കൻഡ് മൂവിയാണ്. ഇതിനു മുമ്പ് ക്ഷണം എന്ന് പറഞ്ഞൊരു മൂവി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ള മൂവി ഇതാണ്. ഇതിലും മെയിൻ ക്യാരക്ടർ. അതില് ഒരു നായിക ഞാന്, പിന്നെ നായിക അത് നായിക. റിയ ഒരുപാട് ഇപ്പൊ TV പ്രേക്ഷകർക്കൊക്കെ റിയനെ നല്ല പരിചയം. സീരിയൽസിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് റിയ. പിന്നെ ഒരു മോഡലാണ്. എന്തൊക്കെയാണ്? അതെ, മോഡലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്, ഷോസുകളും കാര്യങ്ങളും ഇപ്പൊ ചാനൽ സീരിയലിലൊക്കെ ഉണ്ട്. പിന്നെ അതിനെക്കാട്ടൊക്കെ ഉപരി ഞങ്ങളുടെ ഈ ഒരു സിനിമ ഉടനെ തന്നെ റിലീസിംഗിലേക്ക് പോകുന്ന എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ലൊക്കേഷൻ കഴിഞ്ഞപ്പോഴൊക്കെയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഫീലായി തോന്നിയത്. കാരണം ഭയങ്കര വൈബുള്ള ലൊക്കേഷൻ ആയിരുന്നു. ഡയറക്ടേഴ്സ് ആണെങ്കിലും ക്യാമറാമാൻ എല്ലാ ക്രൂ മെമ്പേഴ്സ് ഒക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ശരിക്കും കൂടുതൽ ഞങ്ങൾ ശരിക്കും അവിടെ കൂടി തീർക്കണയായിരുന്നു. പിന്നെ അത് പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഭയങ്കര ഫീലായി തോന്നിയത്. ബിരിയാണി വാങ്ങി തന്നിട്ടാണ് എന്റെ പാട്ടിന് അധികം ഉണ്ടായില്ല കേട്ടോ. കാരണം എന്റെ പാട്ടിനേക്കാളും ഉപരി നല്ലൊരു പാട്ടുകാരൻ ആ സെറ്റിൽ ഉണ്ടായിരുന്നു. കാരണം ഈ പടത്തിലൊരു വെണ്ണിലാവ് പോലെ അലിഞ്ഞു നിന്നു നീ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയ പേരുണ്ടായിരുന്നു. അതിന്റെ പേരെന്തായിരുന്നു? നിഖില് ഉഗ്രം പാട്ടായിരുന്നു. അവനുള്ളത് കൊണ്ട് നല്ല പാട്ടുകാരുള്ളതുകൊണ്ട് ഞാൻ അധികം പാടിയിട്ടില്ല. നിഖിലാണ് ഏറ്റവും കൂടുതൽ പാട്ട്. ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഇതും പാട്ടുകാരിയാണ്. ഞാൻ അതെ, എന്തായാലും പാടണം. അപ്പൊ അങ്ങനെ എനിക്ക് പക്ഷെ ഉണ്ടല്ലോ റിയയുടെ ലുക്ക് കാണുമ്പോ ഒരു വില്ലത്തി ലുക്ക് ഉണ്ടല്ലേ സിനിമയില്. ഡയറക്ടർമാര് രണ്ടുപേരെ പറ്റി പറയാണ്ടിരിക്കുന്നത്, ഒന്ന് ഷാഫി എപ്പിക്കാട്, രണ്ട് ഷാനു കക്കൂർ. ഷാഫി എപ്പിക്കാടിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനു മുമ്പ് ചെക്കൻ എന്ന് പറഞ്ഞൊരു പടം, നിങ്ങൾ പാട്ട് അതിൽ എന്തായാലും കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു കാട്ടുമൂളാണ് ആ പാട്ട്, അത് ഡയറക്ട് ചെയ്ത ആളാണ്. പിന്നെ ഷാനൂക്കയാണ് ഇതിനടുത്ത രണ്ട് ഡയറക്ടർമാരാണ്. അപ്പോൾ അവരുടെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ രണ്ടാളും കഴിവ് ഇതിൽ ശരിക്കും തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഞങ്ങൾ ഇന്നലെയൊക്കെ ഇരുന്ന് ശരിക്കും ഞാൻ കണ്ടിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഓരോ മൊമെന്റ് കാണുമ്പോഴും നമുക്കത് മനസ്സിലാവുന്നുണ്ട് അവരുടെ രണ്ടുപേരുടെയും ആ തല നന്നായിട്ട് വർക്ക് ചെയ്തതിന്റെ ഫലം ഇതിൽ കാണുന്നുണ്ട് എന്നുള്ളത്. വെറുതെ ശരിക്കും തള്ളിയല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇവര് വെറുതെ പറയാ എന്നുള്ളൊരു മൈൻഡായി ആളുകൾക്ക്. ഇനി പ്രൊഡ്യൂസറുടെ കാര്യം പറഞ്ഞാൽ ജിതിൻ ചേട്ടനാണ് ഇതിന്റെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും ഇതൊരു ചെറിയ പടമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ചെറിയ പടമായിട്ടാണ് ഞാൻ കമ്മിറ്റ് ചെയ്തത്. ആക്ച്വലി ഞാൻ കമ്മിറ്റ് ചെയ്തത് ചെറിയ പടമായിട്ടാണ്. എന്റെ മനസ്സിലുണ്ട് ഇതൊരു ചെറിയ പടം. പക്ഷെ ഷൂട്ടിംഗ് തുടങ്ങി മുതല് ഇപ്പൊ ഈ പ്രൊമോഷൻ വരെ വലിയൊരു സിനിമയുടെ സ്കെയിലിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തേക്കുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. അത് ആക്ച്വലി ട്രെയിലർ കണ്ടപ്പോഴും ഒരു രസമൊക്കെ ഉണ്ട്, ഒരു ഫ്രഷ്നെസ്. ഫ്രെയിംസ് ഒക്കെ ഭയങ്കര ഫ്രെയിംസ് ചെയ്തേക്കുന്നത് ഷെജീർ പപ്പ. ഷെജീറാണ് ക്യാമറ. പുള്ളി പുറത്തുള്ള ഒരു പ്രവാസിയൊക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പാഷൻ കാരണം ഇവിടെ ഇങ്ങനെ നിന്ന് ചെയ്തു തന്നെ ഞങ്ങൾക്ക് എല്ലാം. നിങ്ങൾക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ ഞാൻ നിങ്ങളുടെ ഇപ്പം ഇൻസ്റ്റാ പേജ്, കൂടുതൽ ഇൻസ്റ്റാ പേജ് ഒക്കെ നോക്കുമ്പോഴേക്കും ലൊക്കേഷൻ തന്നെ ഭയങ്കര അടിപൊളിയാ. ഒന്നിച്ചിരുന്ന് പാട്ട് പാടുന്നു, ചക്ക കഴിക്കാൻ പോകുന്നു, എന്തൊക്കെ പരിപാടീസ് ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ?
അതായത് പറഞ്ഞോ, എന്തൊക്കെയോ ഉണ്ടായിട്ടില്ലേ? കൂടുതലും പാട്ട് ഞങ്ങളൊക്കെ പുതിയൊരു വലിയൊരു സിനിമയുടെ ഭാഗമാകുന്നത് ചിലപ്പം ഇതിലായിരിക്കാം. അപ്പൊ അത് തന്നെ ആയതുകൊണ്ട് വിപിനൊക്കെ ഓൾറെഡി ഒരുപാട് സിനിമകൾ ചെയ്തതിന്റെ എക്സ്പീരിയൻസും കൂടി ഉള്ളതുകൊണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമായിരുന്നു വിപിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഞങ്ങൾക്ക് എല്ലാ കാര്യം പറഞ്ഞുതരും. അങ്ങനെ ഇങ്ങനെ പിടിക്കല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ആക്ക്, ഇങ്ങനെ ചിരിക്കുക, അല്ലെങ്കിൽ ആ വിപിന്റെ എഫേർട്ട് കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മരത്തിന് ഓരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നമുക്ക് നല്ലോണം പറഞ്ഞു തരും, നിങ്ങൾ അങ്ങനെ ചെയ്ത് നന്നായിരിക്കും, ഇങ്ങനെ ചെയ്തത് നന്നായിരിക്കും. അപ്പം ആളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ബിപിൻ ചേട്ടൻ നല്ലോണം നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പൊ എല്ലാം പറഞ്ഞു തരും, എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞു തരും. നമുക്കത് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ജീവിതം ഇതാണ്, ഇഷ്ടപ്പെട്ട മേഖല സിനിമയാണ്. അപ്പൊ അതിൽ നമുക്ക് പുതിയൊരാൾ വരുമ്പോൾ അവരെന്തെങ്കിലും ചെയ്യുന്നത് നമുക്ക് അറിയാണ്ട് നമ്മൾ പറഞ്ഞു പോകും, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, അത്രേ ഉള്ളൂ. ഇത് ഈ പറയണ അത്രയൊന്നുമില്ല. പിന്നെ നമുക്ക് കോയമ്പത്തൂർ പുള്ളിക്കാരന്റെ എളിമയാണത്. കോയമ്പത്തൂർ കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു. അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 4 പേരുമായിരുന്നു, ഞങ്ങളുടെ 4 പേരുടെയും കോമ്പിനേഷൻസ് ആയിരുന്നു. അപ്പോൾ അതും ലേറ്റ് നൈറ്റ് ഒക്കെ ഞങ്ങൾക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ന്യൂ ഇയർ പാർട്ടീന്റെ സീക്വൻസ് ഉണ്ട്. അപ്പം അതും ഭയങ്കര രസമായിരുന്നു. ആ നൈറ്റ് ആണെങ്കിൽ കൂടെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണെങ്കിലും സെറ്റും ഭയങ്കര വൈബുള്ള സെറ്റായിരുന്നു. പിന്നെ വിപിനുമായിട്ട് ഞാൻ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് അതെ ഇന്ദ്രേട്ടൻ മറ്റേ ഞങ്ങളുടെ ആദ്യത്തെ സീരിയൽ അറിയാമോ, ഇവളെയും കൊണ്ടിട്ട് വന്നിരിക്കൂലേ. അപ്പൊ ഒരു ഇത് പറയുമ്പോ സാർ ഇത് അതാണ്. അപ്പം അതെ, അവിടുന്ന് തുടങ്ങി കൂടുതൽ വരെ അല്ലെ. ഇവളായിട്ട് എന്തോ ഒരുപാട് സംസാരിക്കുകയോ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ എപ്പോ കണ്ടാലും അളിയാളിയാ വെപ്പാ, സെയിം വൈബാ. പ്രത്യേകിച്ച് വേറെ കാര്യമുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് സുർജിത്ത് എന്ന് പറഞ്ഞ, എൻ്റെ 1ാം ക്ലാസ് മുതൽ അവൻ ഫിസിക്കലി ചാലഞ്ചറായ, എൻ്റെ പോലെ തന്നെ ഫിസിക്കലി ചാലഞ്ചറായ ഒരാളാണ്. അവൻ്റെ എനിക്കിപ്പോൾ ഒറ്റതാണെങ്കിൽ അവന് 2 കാലം വയ്യാത്ത ആളാണ്. അവന് മറ്റേ ഇത് വെട്ടുവാണെന്ന്. മറീനയുടെ കാര്യം പറയുമ്പോൾ അത് പറയാണ്ട് പറ്റില്ല. അതായത് പലപ്പോഴും നമ്മുടെ തിരക്ക് കാരണമൊക്കെ അവനായിട്ട് പുറത്തു പോലും പരിപാടിയൊക്കെ വളരെ വിരളമാണ്. എന്നാൽ ഇപ്പോഴും കൂട്ടുകാരനാണ്. അവനൊരു വരയ്ക്കുന്ന ആളാണ്, ഗംഭീരമായിട്ട് വരയ്ക്കും. അതാണ് ജോലി അവൻ്റെ. അപ്പൊ തന്നെ ഫോട്ടോ വരച്ചിട്ട് അങ്ങനെയാണ് അവൻ ജീവിക്കുന്നത്. അപ്പൊ സുർജിത്തിന് ഏറ്റവും കൂടുതൽ സുർജിത്തിനെ ഗ്യാപ്പ് കിട്ടുമ്പോൾ മെറീന ടൈം ഉണ്ടെങ്കിൽ മെറീന അവനെ കൊണ്ടുപോകും, അവനെ എല്ലായിടത്തും കൊണ്ടു നടക്കും, ഭക്ഷണം മേടിച്ചു കൊടുക്കും. അങ്ങനെ ഇവര് ഭയങ്കര ക്ലോസാ കൂട്ടുകാരെ. അത് ഇതുവരെ ഞാൻ എനിക്ക് തോന്നുന്നു നേരിട്ട് പറഞ്ഞിട്ടില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. കാരണം അത് അവനെന്റെ കുഞ്ഞുനാളുകളിലെ കൂട്ടുകാരാണ്. മെറീനക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന്. മറീന അതൊരു സിമ്പതിയോ അല്ലെങ്കിൽ അവളതൊരു ഫോട്ടോ പോലും ഇട്ടിട്ട് ആളുകൾ കാണിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കാലം സോഷ്യൽ മീഡിയയിൽ വേണമെങ്കിൽ ഇത് അവനെ വെച്ചിട്ട് വിൽക്കാം. പക്ഷെ അവളതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അവനായിട്ടുള്ള അവന് മാത്രം കൊടുക്കുന്ന ഒരു സന്തോഷവും സൗഹൃദമാണ് അത് പറയുന്നത്. ഞങ്ങൾക്കൊരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ട് അങ്ങനെ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുർജി പറഞ്ഞിട്ട് വിപിനെയും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിചയമാണല്ലോ ആ രീതിയിൽ. അപ്പൊ ഈ സെറ്റിൽ വരുമ്പോഴും പ്രത്യേകിച്ച് ഒരു കൊറേ ആയാലും കണ്ടിട്ട് എന്നുള്ള സാധനം ഒന്നുമില്ല. എന്താ വേറെ കേസും കൂടി ഉണ്ട്. കട്ടപ്പന ഋതിക് ഒരു റോൾക്ക് ഇവൾക്ക് ഉണ്ടായിരുന്ന ചെയ്തിട്ടില്ല. അതൊരു വലിയ ക്ലാരിറ്റി കാര്യമാണ്. അതായത് ഞാൻ ഇവരെന്നെ ആ റോളിന് വിളിച്ചു എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ആ സമയത്ത് എബി സിനിമ ചെയ്യാണ്. ഇതൊരു ക്ലാരിഫിക്കേഷൻ ആണ്. ഞാൻ എബി ചെയ്യുന്ന സമയത്ത് എബിയുടെ കൺട്രോളറെ വിളിച്ചിട്ട് നാദർഷിക്ക ഇന്ന ഡേറ്റിന് മെറീനനെ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഐ സ്റ്റിൽ റിഗ്രറ്റ് ബിക്കോസ് ഞാനിത് അറിഞ്ഞിട്ടില്ല. എന്നിട്ട് നാദർഷിക്കനെ കണ്ടപ്പോഴാണ് ഇക്ക പറഞ്ഞത്, ഞാൻ പറഞ്ഞു ഉത്രേ പുതിയതായിട്ട് വന്ന നായകന്മാരെ കൂടെ ഒന്നും ഞാൻ അഭിനയിക്കില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനത് അറിഞ്ഞിട്ടില്ല. സ്റ്റിൽ തെറ്റിദ്ധാരണയുണ്ട്. തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് വന്നില്ല എന്നുള്ളതാണല്ലോ. ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. മേ ബി എനിക്ക് പണി കിട്ടിയതായിരിക്കാം. ഒബ്വിയസ്ലി അത് പണിയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അത് നല്ലൊരു റോളായിരുന്നു. എന്ത് ചെയ്യാനാ ചില. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ 2 എന്ന് പറഞ്ഞ പടത്തില് അതേ ഒരു മീറ്ററിൽ ഒരു ക്യാരക്ടർ. പക്ഷെ എനിക്ക് പിന്നെ ഞാൻ വിഷ്ണുവിന്റെ കൂടെ വർക്ക് ചെയ്തു. ഇപ്പൊ നെക്സ്റ്റ് സിനിമ വിഷ്ണുവിന്റെ കൂടെ റിലീസ് ഉണ്ട്. അപ്പം എനിക്ക് ഇപ്പോഴും ഇങ്ങനെ തോന്നും വിഷ്ണുവിന് ഇനി അങ്ങനെ ഒരു തോന്നലുണ്ടോ. ബിക്കോസ് അതിലെ വൺ ഓഫ് ദ ലീഡ് വിഷ്ണു ആണല്ലോ. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് ഒരു തവണ അത് ക്ലാരിഫൈ ചെയ്തു. ഞാൻ പറഞ്ഞു എടാ ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ലാന്ന്. പക്ഷെ അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്കത് വേറെ വിഷയങ്ങളിൽ. അതെ ഇപ്പൊ ക്ലിയർ ആയി.
പക്ഷേ എന്തായാലേ ചില ആളുകൾ അങ്ങനെയാ, നമ്മളിപ്പോ എപ്പോഴും വിളിക്കുക സംസാരിച്ചില്ലെങ്കിലും ആ ഒരു വൈബ് കാണുമ്പോ ഉണ്ടാവും. അതിലൊരാളാണ് വൈബളിയൻ. ഞങ്ങൾക്ക് അതുകൊണ്ട് റൊമാൻസ് ചെയ്യാൻ വലിയ കഷ്ടപ്പാടായിരുന്നു. നിങ്ങളാണോ പേര്? ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. എല്ലാരും നായകന്മാര് 4 എണ്ണം ഇല്ലേ? അപ്പൊ പിന്നെ ബുദ്ധിപരമായിട്ട് സംസാരിച്ചു 4 നായികമാരല്ലേ? എന്നോട് വിഷ്ണു പറഞ്ഞ പോലെയാ, എടാ നീ ഇതിന്റെ കഥയൊന്നും കേട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താടാ, അല്ല 4 നായികമാരുടെ ചാടി. അതന്നെ തോന്നണല്ലേ, കാരണം ആ ട്രെയിലർ കാണുമ്പോ തന്നെ അങ്ങനത്തെ ഒരു വൈബ് മച്ചാൻ ക്യാരക്ടർ ആണല്ലോ. അപ്പൊ പൊതുവെ പെൺകുട്ടികൾക്ക് ഇത്ര സിമ്പിൾ ആയിട്ട് ഡ്രസ് ധരിക്കുന്ന അട്ടപ്പാടിയില് എല്ലാം തോന്നിട്ടുണ്ട്. ഇത്രയും വൈബ് മച്ചാനാണല്ലോ. ഈ അനു സോനാര, അനു സിത്താര, അനു സോനാര മിണ്ടില്ല, സെറ്റിൽ ഇങ്ങനെയാണോ? കംഫർട്ടബിൾ ആയാ സംസാരിക്കും. ചേച്ചിനെ ആദ്യമായിട്ട് കാണല്ലേ? ജാടയൊന്നുമില്ല. ടു ബി വെരി ഫ്രാങ്ക്, വെരി സോഫ്റ്റ് പേഴ്സൺ. അതെ അതെ, വന്ന് കേറിയപ്പോ തന്നെ ഭയങ്കര ഒരു പാവംകുട്ടി വൈബ് കിട്ടിയത്. അത് അനുസിത്താര അങ്ങനെ തന്നെ. അതെ, സിനിമയുടേതായ ഒരു ജാടിയില്ലാത്ത ഫാമിലി ടീമാണ്. ചേച്ചിനെ കണ്ടിട്ടാണ് ഇൻസ്പയർ ആയത് ആക്ടിങ്? അല്ല, ഞാൻ സ്വയം എനിക്കിഷ്ടമാണ്. സ്വയം അങ്ങനെയാണ്. അല്ല, എനിക്കിഷ്ടമാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം പാട്ടാ. അത് നമ്മൾ കാണാറുണ്ട്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കും കൂടി പിടിക്കാൻ പറ്റണം. അല്ല നീ പഠിക്കും. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. 17 പൗർണമി കാണും അഴകുള്ള മുന്നോരിന് അറിയാതെ നിന്നെ എന്റെ ഇതളക്കം പുതുമിനക്കം ചെറുമയക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പരിണാമായി താഴെയിറങ്ങാൻ ഒരു തിടുക്കം. എന്താ വോയിസ് അല്ലേ? അല്ല, ഞാൻ നല്ല voice അല്ലേ? നല്ല വോയിസ്, നല്ല രസം. അവള് പഠിച്ചിട്ടുണ്ട് സംഗീതം. പഠിച്ചോണ്ടിരിക്കുകയാണ്. അതാണ് എന്റെ ക്വാളിറ്റി. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോറിയിലൊക്കെ കൊറേ കണ്ടിട്ടുണ്ട്, റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൊക്കേഷനിലൊക്കെ വെറുതെ ഇരുന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ സമയത്ത് എല്ലാരും കൂടെ ഗിറ്റാർ വായിക്കുന്ന ചെക്കനും ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് ഇങ്ങനെ പാടും. അട്ടപ്പാടിയിൽ വേഗം മഴ വരും, വേഗം വെയിൽ വരും, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. ഷൂട്ട് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴയൊക്കെ വരുമ്പോ നമ്മളൊരു ഹട്ടിന് പെട്ടെന്ന് ഓടി അവിടെ ആയിരിക്കും എല്ലാവരും പോയിരിക്കുന്നത്. അട്ടപ്പാടി ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. അയ്യോ, അത് നമ്മൾ പറയാതെ എപ്പ മഞ്ഞ് പെയ്യും, എപ്പ വെയിലാവും, എപ്പ മരം പെയ്യും എന്ന് പറയില്ലേ, മരം പെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും അട്ടപ്പാടി. പെട്ടെന്ന് മരം പെയ്യും, വെള്ളം ഇങ്ങനെ മരം പെയ്യുന്നത്. ഇത് നമ്മളിപ്പം ഈ ഒരു കൂടൽ എന്ന് പറയുന്ന സിനിമ ഈ ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ പോകുമ്പോഴാണല്ലോ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ നിങ്ങൾ എപ്പോഴെങ്കിലും ലൈഫിൽ അങ്ങനെ പോയിട്ടുണ്ടോ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ്? ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ക്യാമ്പിലൊക്കെ ഗസ്റ്റ് ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ വയനാട്ടിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കുറേ നല്ല നല്ല സുഹൃത്തുക്കളൊക്കെ അപ്പം തിരുവനന്തപുരത്തുള്ള ആൾക്കാരായിരിക്കും, ചിലപ്പം എറണാകുളത്തുള്ളായിരിക്കും, ചിലപ്പോൾ കണ്ണൂരിലായിരിക്കും. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമ്മളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ ചെല്ലുന്ന സമയത്ത് ഇവരെയൊക്കെ വിളിക്കും. ഇവരൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ട് നമ്മളടുത്തേക്ക് ഒരു എന്തും ഹെൽപ്പ് ചെയ്യും, എവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് വേണ്ടത്, എല്ലാം ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ആയിട്ടുള്ള ഒരു ആൾക്കാർ തന്നെയായിരിക്കും അങ്ങനത്തെ ക്യാമ്പുകളിൽ ഉണ്ടാവുക. അങ്ങനത്തെ കുറേ നല്ല എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്.
ക്യാമ്പുകളിൽ പോയിട്ട് ക്യാമ്പുകളിൽ ഗസ്റ്റ് ആയിട്ട് ഞാൻ പോയിട്ടുണ്ട് കുറെ ക്യാമ്പുകളിൽ. അപ്പൊ നല്ല വൈബാണത്. നിങ്ങൾ പോയിട്ടുണ്ടോ? ചേട്ടനൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. ഇവര് എന്നോട് കഥ പറയുന്ന മുതല് പറയുന്നുണ്ട്, കാരണം ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇതിന്റെ ലീഡറാണ്, ഞാനാണ് ക്യാമ്പ് നടത്തുന്ന ആള്. അപ്പൊ കുറെ മെഡിറ്റേഷനും യോഗയും ഈ മീറ്ററാണ് ഇതിന്റെ ഒരു ലൈൻ. അങ്ങനെ ഉണ്ടാവില്ലേ അപ്പൊ സംഭവം അപ്പൊ ഏക്കുന്നുണ്ട് കേട്ടോ. യൂത്ത് വൈബാണ് മോനെ. ഞാൻ പോയിട്ടില്ല, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പേടിയോ സ്ട്രേഞ്ചേഴ്സ് അല്ലേ, ചിലപ്പോ ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോ പോവാൻ തോന്നുമായിരിക്കും. അതെ അതെ, അത് ഉറപ്പായിട്ട് തോന്നി. അപ്പോ ഇത് കണ്ട് അപ്പൊ എനിക്ക് നേരിട്ട് പോകാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഇതിന്റെ വീഡിയോസും കുറെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ കുറച്ച് കണ്ടിരുന്നു. ഇവിടെ ഡയറക്ടേഴ്സ് എനിക്കറിയില്ല, അവര് എന്നോട് ക്യാമ്പിൽ പോകാമെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇനിയിപ്പോ ഈ സിനിമയുടെ ഭാഗമായിട്ട് ഇനി എന്തായാലും പ്രമോഷൻ ആയിട്ടും പോകണം. പ്രമോഷൻ ആയിട്ട് ഒരു ക്യാമ്പ് വെക്ക് ബിസിനസ് ആക്കാൻ ചില ആൾക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ. പടം ഹിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ തന്നെ പേര് വെച്ചിട്ട് അതെ അതെ ഒരു ടൂറിസം ബേസ് ചെയ്തിട്ട് ഒരു കമ്പനി തുടങ്ങണം എന്നൊക്കെ ചില ഡയറക്ടേഴ്സ് ഇവിടെ ഇരുന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടു. എന്താ നമസ്കാരം, എനിക്കറിയാം, ഞാൻ അങ്ങനെ ഒരുപാട് പടങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. ഈ പടം കുറെ നാൾക്ക് മുമ്പ് ഞാൻ കമ്മിറ്റ് ചെയ്തത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഈ പുതുമ തന്നെയാണ്. ഇപ്പൊ താൻ പറഞ്ഞില്ലേ കണ്ണു കെട്ടി. അപ്പൊ അതായത് പുതിയ ആളുകൾക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യും ഈ സിനിമ. അതാണ് എന്റെ പ്രത്യേകത. എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ക്യാമ്പ് വീഡിയോസ് ഒക്കെ ഭയങ്കര റീച്ചില് ട്രെൻഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. BGMs ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആയിരിക്കുന്ന സംഭവങ്ങളൊക്കെ. അപ്പൊ എന്തായാലും അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്കിങ്ങനെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ തപ്പുമല്ലോ, ഇപ്പൊ സിനിമ വരുമ്പോൾ അതിന്റെ ട്രെയിലർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒന്നുമില്ല, ട്രെയിലർ ഒന്നുമില്ല. അപ്പോഴും ഞാനിങ്ങനെ ഇനി കൂടുതൽ മാണിക്കത്തിന്റെ കഥ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. എന്റെ ഇവിടെ വന്നിട്ട് ട്രെയിലർ നോക്കിയപ്പോഴാണ് ആ ഒരു കളർ നമ്മുടെ ടൈറ്റിലുണ്ട്. ക്യാമ്പ് ഉണ്ട്, ടെന്റ് കണ്ടോ, ടെന്റ് കണ്ടോ, അയാൾ നിൽക്കുന്ന നിപ്പ് കണ്ടോ, ബാക്ക് പാക്ക് കണ്ടോ, മൗണ്ടിൽ കണ്ടോ, പിന്നെ നമുക്ക് ഈ പറഞ്ഞ പുറത്തേക്ക് പോകുന്നുള്ള നമ്മുടെ തിരുമാലിയുടെ ഒക്കെ പോലെ കണ്ടോ, ഇതല്ലേ ആ സൈഡില് തിരുമാലിയുടെ. പിന്നെ കുറച്ച് കിളി, ഞങ്ങളുടെ കിളിയാത് ആയിരിക്കുന്നത്. ഡയറക്ടർമാർ രണ്ടുപേരും ഞങ്ങളുടെ സജഷൻ ആയിരുന്നു ആ കിളിയൂടെ ആഡ് കിളി പോയ സമയങ്ങളാണ് അതൊക്കെ. എന്താ ഒരു കിളി പോയ ഒരു മൊമെന്റ് വരാം ലൊക്കേഷനില് ഷൂട്ടിന്റെ ഡയലോഗ് ഓടിക്കല്. എന്റെ കിളി പോയത് അത് ഞാൻ സാധാരണ പച്ച മലയാളം എന്നല്ല പറയണേ. ഞാൻ ഒരു സാഹിത്യമൊക്കെ പറയാനായിട്ട് നമുക്കൊരാളുണ്ട്. ആരാ? ലാലേട്ടൻ. അതായത് രഞ്ജിത്തേട്ടൻ എഴുതി ലാലേട്ടൻ പറയുന്ന ഡയലോഗുകൾക്കൊക്കെ നല്ല സാഹിത്യമാണ്, കേൾക്കാൻ ഭയങ്കര രസമാണ്. ഇപ്പൊ ചന്ദ്രോത്സവത്തിലെ ഡയലോഗുകളൊക്കെ അതായത് ഒരാളെ പോലെ ഒരാൾ മാത്രമേ എന്നൊക്കെ പറയുന്ന സാധനമല്ലേ. ഒരാളെ പോലെ 7 പേരുണ്ടെന്ന് പറയുന്നത് വെറുതെ, ഒരാളെ പോലെ ഒരാളെ ഉള്ളൂ എന്ന് പറയുന്ന താളം ലാലേട്ടന്റെ. അതേപോലെ രഞ്ജിപ്പണിക്കർ സാറിന്റെ ഡയലോഗ് പറയും മമ്മൂക്കിയാണ്, അത് വേറെ സ്റ്റൈലാണ്. ആ കിങ്ങിന്റെ ഡയലോഗും ഇതൊക്കെ പറയാം. അങ്ങനെ ഈ ഡയലോഗ് ഡെലിവറിക്ക് വലിയ പ്രാധാന്യമുണ്ട് ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഞാൻ അല്ലാത്തത് കൊണ്ട് ഈ ഡയലോഗ് 3-4 പേജ് കിട്ടിയിട്ട് ഇത് എങ്ങനെ പറയണം എന്ന് നമുക്കറിയില്ല. ഇത് പറഞ്ഞാൽ ഡ്രാമയാകുമോ, ബോറാകുമോ, പിന്നെ ഇത് കാണാപ്പടം പഠിക്കണമല്ലോ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ അവരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ മുമ്പിൽ നിന്നാണ് നമ്മൾ ഡയലോഗ് പറയേണ്ടത്. ഇവര് ഇവൻ ഒരു കഴിവില്ലാത്തൊരുത്തരാണെന്ന് ജഡ്ജ് ചെയ്യുന്നതൊക്കെ ടെൻഷനായിരുന്നു എനിക്ക്. എങ്ങനെയൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു. അത് സത്യത്തിൽ എന്റെ കിളി പോയത് ഡയലോഗ് പറഞ്ഞു. നിങ്ങളുടെയൊക്കെയോ? അതല്ല നിന്റെ കിളി ഏതെങ്കിലും കിളി പോയ സന്ദർഭം ആ സംദർഭമൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കഥ പറയില്ലേ. അല്ല ഇവിടെ മലയാറ്റൂര് ഞങ്ങൾ വണ്ടി കൊണ്ട് നിർത്തുന്ന 6 മണിക്ക് ഞങ്ങൾ ലൊക്കേഷനിലേക്ക് എത്തിയ സമയത്ത് തൊട്ട് മുമ്പ് ആന പോയ ഒരു സംഭവമൊക്കെ ഞങ്ങളുടെ ആർട്ട് പരിപാടിയൊക്കെ നശിപ്പിച്ച് കുളം തോണ്ടിയിട്ട് ആന വിട്ടുകളഞ്ഞു. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലായിടത്തും അധികം വലിയ ബുദ്ധിമുട്ടൊന്നും ഷൂട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞവരെയൊക്കെ നല്ല അട്ടപ്പാടിയിലാണെങ്കിലും മലയാറ്റൂരാണെങ്കിലും വളരെ
ശരിക്കും അവിടെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കുറേ ദിവസങ്ങളായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ. പക്ഷെ നമ്മളോട് നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് അവിടുന്ന് പാക്കപ്പായി പോകുമ്പോ മഴ എല്ലാ സ്ഥലത്തും അല്ലേ അത് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. ദൃശ്യശ്രീന്റെ ആഴമാണെന്ന് തോന്നുന്നു. അല്ല അത് വലിയ ഭാഗ്യമാണ്. കാരണം ഞാൻ ഇപ്പൊ വെടിക്കെട്ടിന്റെയൊക്കെ നോക്കിയാൽ 15-20 ദിവസത്തോളം മഴ കാരണം മാത്രം ഡേയ്സ് നീണ്ടിട്ടുണ്ടായി. അതേപോലെ തന്നെ കോയമ്പത്തൂരും ആ സമയങ്ങളിൽ കോയമ്പത്തൂർ ഹെവി മഴ നടക്കുന്ന സമയമാണ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയ സമയത്ത് മഴ ഏതെങ്കിലും നാട്ടിൽ മഴ നിർത്തണമെങ്കിൽ ഞങ്ങള് ഭയങ്കര മഴ. അപ്പൊ എന്തായാലും സിനിമ ഇപ്പൊ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എസ്പെഷ്യലി യൂത്തിന് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യൂത്തിന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. യൂത്തിന് ഈ പറയുന്ന സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പുമായിട്ട് കണക്ട് ചെയ്തത്. പക്ഷെ അതിലെ പാട്ടുകള് അതില് നമ്മൾ എന്തായാലും ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, എന്തായാലും ആ കോണ്ടന്റ് വെച്ചിട്ട് എല്ലാവർക്കും വർക്കാവുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും കൂടുതൽ. കാരണം ഞങ്ങൾ ഇതുവരെ പ്രിവ്യൂ ചെയ്ത ഞങ്ങളുടെ ഫാമിലി, നമ്മളുടെ ആളുകൾ എല്ലാം അതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും നമ്മളെല്ലാം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് മസ്താനി, എല്ലാവരും എല്ലാം നല്ലതിന് മാത്രമേ ചെയ്യുന്നത്. ആരും ഇത് മോശമാക്കാൻ വേണ്ടി ചെയ്യുന്നില്ല. ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ ഒരു ശ്രമങ്ങളാണ്. നമ്മളുടെ കഠിന പ്രയത്നങ്ങളും ഇതെല്ലാം ഒരു ശ്രമങ്ങളാണ്. ആ ശ്രമങ്ങളെ ആ രീതിയിൽ കണ്ട് വിടണം. ഒരിക്കലും അതിനെ ഒരുപാട് വിമർശിക്കാനോ ഒരുപാട് കുറ്റപ്പെടുത്താനോ ഒക്കെ നമുക്ക് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നമ്മളൊരു ഓഡിയൻസിന് കൊടുക്കുകയാണല്ലോ. എന്നാൽ പോലും ഞാൻ പറയുകയാണ്, ഇതെല്ലാം ശ്രമങ്ങളാണ്. ആരും മനഃപൂർവ്വം ഒന്നും നശിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ ഏറ്റവും നല്ല ശ്രമമാണ് കൂടുതൽ. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നിങ്ങളും കാണണം. കാരണം നിങ്ങളിതൊരു പ്രമോഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളും സോഷ്യൽ മീഡിയയിലെ അവതാരകരോട് ഞാൻ പറയാണ്, നിങ്ങൾ അവൻ്റെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ട്രെയിലർ കണ്ടപ്പോ. അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം ചില സിനിമയുടെ ട്രെയിലേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അത് ആ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടും, ഇത് കാണണം എന്നുള്ള ആ ഒരു തോന്നൽ വരില്ലേ. അത് എല്ലാ സിനിമയിലും അങ്ങനെ വരാറില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇതിലെനിക്ക് തോന്നിയിട്ടുണ്ടോ, അത് ഞാൻ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞേ. എനിക്ക് ക്യാമ്പൊക്കെ ഇഷ്ടമാണ് പോവാൻ, പക്ഷെ ചെറിയൊരു പേടി ഒക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും സിനിമ കാണും. മസ്താനി എന്തായാലും കാണുമല്ലോ. ഇത് ഞാൻ കാണും. ഒരു ടിക്കറ്റ് നമ്മൾ അടുത്ത ഇന്റർവ്യൂവിന് വരുമ്പോ നമ്മൾ ചോദിക്കാം, നീ കാണൂലേ? ഓക്കെ, നമ്മളിപ്പം ട്രെയിലർ കണ്ടു, നമ്മള് ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ആന്ന് പറഞ്ഞു, കുറെ മ്യൂസിക് സോങ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെയൊക്കെ ബിഹൈൻഡ് ദ സീൻസിൽ വർക്ക് ചെയ്ത ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയണല്ലോ. എല്ലാവരും നല്ല മെയിൻ സ്ട്രീം സിനിമകളുടെ ഭാഗമായ ആളുകളാണ്. ഇപ്പൊ മ്യൂസിക് ആണെങ്കിൽ സിബു സുകുമാരൻ പുള്ളിയാണ് ഈ പറഞ്ഞ ഞാൻ പാടിയ പാട്ടില്ലേ ഫസ്റ്റ്, ഏതാണ് ചെക്കല്ല പാട്ട്, ആ പാട്ട് പുള്ളിയാണ് ചെയ്തത്. ഈ പടത്തിലുണ്ട്. പിന്നെ ആർട്ട് വർക്ക് ആണെങ്കിൽ അസീസ്, മേക്കപ്പ് ഹസൻ വണ്ടൂര്, പിന്നെ നമ്മുടെ ഇന്ദുലേഖ വാര്യർ പാടിയിട്ടില്ലേ, ജയരാജ് വാര്യറിന്റെ മകള് ഒരു റാപ്പ് സോങ് പോലത്തെ ഒരു സോങ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂം ചെയ്തത് നമ്മുടെ ബാർലിക്ക് സെപ്പറേറ്റ് അതിന് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ആ ഒരു ഷോള് പോലെ കണ്ടില്ലേ, അത് ഭയങ്കരമായിട്ട് ഹെവി വർക്ക് ചെയ്തിട്ട് എടുത്തത്. അത് നിങ്ങൾക്ക് ആ പടം കാണുമ്പോൾ മനസ്സിലാവും. ആദിത്യയുടെ പരിപാടിയാണ്. പുള്ളിക്കാരിയാണ്. പിന്നെ ഈ ഒരു സിനിമയുടെ പ്രത്യേകത വെച്ചാൽ 2 പേര് ഒന്നിച്ച് കൂട്ടുകെട്ടിൽ ഡയറക്ഷൻ ചെയ്യുന്ന ഒരു മൂവിയാണ്. അവിടെയും ഒരു കൂടുതലുണ്ട്. ഷാഫിക്കയും ഷാനു കാക്കൂറും ഷാഫി എപ്പിക്കാടും രണ്ടുപേരോട് ചേർന്നിട്ടാണ് ഈ സിനിമ. ഷാസാണ് ഷജീർ പപ്പ, ഷാഫിക്ക, ഷാനുക്ക, പിന്നെ നമ്മുടെ കൺട്രോളർ ഇനി അഭിനയിച്ച മറ്റവന്റെ പേരില്ലേ, സന്തോഷ്, സന്തോഷ്, അതിൽ ഷായുണ്ട്, അപ്പോ എന്തായാലും ഈ ഒരു സമ്മർ റിലീസ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ? അതെ അതെ. ഇനി ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ വിജിലേഷ് ഉണ്ട്, വിനീത് തട്ടിലുണ്ട്, പിന്നെ കാർത്തിക് സുബ്രാജിന്റെ ഫാദർ തമിഴ് ക്യാരക്ടർ, പിന്നെ നമ്മുടെ ലാലി ചേച്ചി അനാർക്കലിയുടെ അമ്മ, പിന്നെ റാഫി, ഒരുപാട് പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട്.
ഇപ്പോ നമ്മളിപ്പോ സീരിയൽസിലൊക്കെ കുറെ പേര്, അതായത് കുടുംബ പ്രേക്ഷകരൊക്കെ കണ്ടു അല്ലെ, കുറെ അമ്മമാരുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്കുള്ള ചോദ്യം അത് മനസ്സിലാവണ്ട. പോലീസുകാരായിട്ടൊക്കെ അഭിനയിച്ചു. ഇപ്പൊ സിനിമയിലേക്ക് വരുമ്പോഴും എനിക്ക് ട്രെയിലർ കാണുമ്പോൾ എന്തോ ഇവിടെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ്, എങ്ങനെ വന്നു, കൂടലിലേക്ക് എങ്ങനെ ഒത്തുകൂടി? ഇല്ല, കൂടുതലേക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് 4 പേര് എന്നുള്ളത് ഇപ്പം വിപിൻ ആണെങ്കിലും പറയാം 4 പേര്, ഞങ്ങൾ 4 പേര് തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തായത് ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയാം. അസേ ഒരു ട്രാൻസ്പേഴ്സൺ എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ ഞങ്ങളെ സെറ്റിൽ നിന്ന് ഡയറക്ടർ ആയിക്കോട്ടെ, അവിടെയുള്ള ഓരോരുത്തരും ആയിക്കോട്ടെ, വിപിനൊക്കെ ആണെങ്കിൽ നല്ല ചേർത്ത് പിടിച്ച് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നുള്ളത് അത് ശരിക്കും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. അത്രയധികം ഞാൻ ഹാപ്പി ആയിരുന്നു ആ ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങുന്നത് വരെ. ഇപ്പോഴും ഞാൻ ഇവർ ഇന്നിപ്പം നമുക്ക് ഒരുപാട് ഷൂട്ട് അല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ഒത്തുകൂടലാന്ന് പറഞ്ഞാൽ ഓടി വരുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിട്ടിയിരിക്കുന്ന ആ ട്രീറ്റാണ് എനിക്ക് അത്രയധികം നല്ല. നീ ആണെങ്കിലും മനു ആണെങ്കിലും മെറീന ആണെങ്കിലും ഇവിടെ ആരും എനിക്ക് ഒന്നും, ഡയറക്ടേഴ്സും ക്രൂ മെമ്പേഴ്സും ഒക്കെ ഭയങ്കര കെയറിങ്ങും ഭയങ്കര ഇതും. ഞങ്ങളതിന് അങ്ങനെ ആണോ അല്ലെങ്കിൽ ട്രാൻസ്പേഴ്സൺ എന്നുള്ള രീതിയിലാണ് ഇവർ കണ്ടത്, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഞങ്ങൾക്ക് അങ്ങനെ മാറ്റം തോന്നിയിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും ഇവരോട് പറയുമ്പോൾ പറയും, അതായത് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചൈൽഡ്ഹുഡ് ആണെങ്കിലും എല്ലാ കാര്യമാണെങ്കിലും ഇവളായിരിക്കും ഏറ്റവും കൂടുതൽ എപ്പോഴും പറഞ്ഞ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടാവല്ലോ ചൈൽഡ്ഹുഡിൽ. അപ്പൊ നമ്മൾ ചേർത്ത് നിർത്തണം. അതുപോലെ തന്നെ നമ്മളെല്ലാരും ഒന്നിച്ച് നമ്മൾ വേറെ അതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല, നമ്മളുടെ ഒരാളായിട്ട് തന്നെ. ഞാനും എങ്ങനെയാണ്, നമ്മളെല്ലാരും അതുപോലെ തന്നെ ഒന്നിച്ച് ഒരു കൂട്ടായിട്ട്. ഇപ്പൊ ബിപിൻ ചേട്ടനാണല്ലോ നമ്മളെ ഒന്നിച്ച് അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സജി പപ്പ പുള്ളിക്കാരനാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. അപ്പം ഇതിലേക്ക് കൊണ്ടുവന്നത് പുള്ളിക്കാരനാണ്. പിന്നെ പുള്ളിക്കാരനാണ് എന്നുള്ളത് വരെ മറന്നു പോയിട്ടാണ് പിന്നെ 2 ഡയറക്ടേഴ്സും നമ്മളെ ട്രീറ്റ് ചെയ്തത്. അത്രയും അവരുടെയും കൂടെ നമ്മളെ കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്തത്. എല്ലാവരും നല്ല പറയണം, പ്രൊഡ്യൂസറിനെ പറ്റിയും പറയണം. കാരണം എന്താ വെച്ചാൽ അയ്യോ പാവം നിങ്ങൾ എന്താ ചെയ്തത്, എന്താണ് നല്ലൊരു സപ്പോർട്ട് ഇങ്ങനെ അങ്ങനെ ഒരു ഇതാക്കണം. അങ്ങനെ ചില സിനിമയിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രൊഡ്യൂസറിൻ്റെതായിട്ടുള്ള നിർബന്ധമൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും മഴ പെയ്യുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഡേയ്സ് ഒക്കെ ഇങ്ങനെ കൂടുമല്ലോ. ശരിക്കും പറഞ്ഞാലും നമ്മൾക്ക് ആർട്ടിസ്റ്റുകൾക്കും ഡയറക്ടർക്ക് ഉള്ളിലൊരു തീ ഉണ്ടാവും. ഞാൻ ഡയറക്ട് ചെയ്തുകൊണ്ട് എനിക്ക് നല്ല അറിയാം. പക്ഷെ ഏറ്റവും കൂടുതൽ തീ ഉണ്ടാവുന്നത് പ്രൊഡ്യൂസറിന്റെ, കാരണം ഓരോ ദിവസം കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ ചെലവും കാര്യങ്ങളൊക്കെ കൂടുകയാണ്. പക്ഷെ ഇതുവരെ മുഖം കറുത്തോ അല്ലെങ്കിൽ ഞാൻ പുള്ളിനെ കണ്ടിട്ടേ ഇല്ല. എല്ലാ കാര്യവും വേണ്ട സാധനങ്ങളും എല്ലാം എത്തിച്ചു തന്ന് എല്ലാ സൗകര്യത്തോടും കൂടിയാണ് ഇവിടെ ഷൂട്ട് ചെയ്തത്. നന്മയുടെ ഒരു കൂടുതൽ കൂടിയാണ്. എനിക്ക് അങ്ങനെ പറയാം, നന്മയുടെ കൂടുതൽ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഫീലുള്ളൊരു സാധനമാണ് ഒരു 200 രൂപ പോയി എനിക്ക് ഫുഡ് കഴിച്ചാൽ നന്നായില്ലെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ നന്നായില്ല. ഇത് ഞാൻ 100% അടിവരയിട്ട് പറയുന്നു, ആ പൈസ ഇവർക്ക് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ പോവില്ല എന്നുള്ളത് മുതലായിരിക്കും. അത് ഉറപ്പാണ്. ഞാൻ കാരണം ഇന്നലെ ഞാൻ ആ സിനിമയുടെ കംപ്ലീറ്റ്ലി കണ്ട് സോങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഇന്നലെ അവരോട് പറയുകയും ചെയ്തു, സോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് കാറിലൊക്കെ ഇട്ടിരുന്ന് കേട്ട് ആസ്വദിച്ച് പോകും. ഇത് ഞാൻ വെറുതെ പറയല്ല, സത്യമായിട്ട് ഞാൻ പറയാം. നിങ്ങൾ കണ്ടോക്കും. മസ്താനി ഇതൊന്നും അല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ഡെയിലി ഇന്റർവ്യൂ ചെയ്ത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ജെനുവിറ്റി പോലും ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കഴിക്കും ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നത് എന്ന് തോന്നരുതെന്ന് പറയാനേ. ഇത് ഞങ്ങൾ പറഞ്ഞ സത്യമല്ലേ എന്നുള്ളത് ഇനി ഞങ്ങൾ ആരെങ്കിലും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കും. അപ്പൊ ഞാനൊക്കെ എന്തായാലും ഇനി ഇന്റർവ്യൂവിന് വരും. എന്തായാലും ഞാൻ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ഓക്കെ. അപ്പൊ എന്തായാലും സിനിമ സമ്മർ റിലീസാണ്. അപ്പൊ ഈ ഒരു സമ്മറിൽ എല്ലാവർക്കും ഉള്ള ഒരു ട്രീറ്റ് ആവട്ടെ. നമ്മൾ തുടക്കത്തിൽ വിഷ് ചെയ്ത പോലെ വളരെ നല്ലൊരു സിനിമയായി നല്ല വിജയങ്ങളിലേക്ക് പോട്ടെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എനിക്ക് വലിയ താങ്ക് യു. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഞങ്ങളെ വെറും കണ്ടന്റുകളായിട്ട് കാണാതെ നല്ലൊരു മനുഷ്യരായിട്ട് കണ്ട് നല്ല ചോദ്യങ്ങൾ ചോദിച്ച് സിനിമയെ പറ്റി സംസാരിച്ചത് നന്ദി.